Hello folks, welcome back to another vlog. ഞാനിപ്പോൾ റാഞ്ചിയിലാണുള്ളത്. റാഞ്ചിയിൽ നമ്മൾ മലയാളികൾ നടത്തുന്ന ഒരു മലയാളി അസോസിയേഷൻ സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പേര് കൈരളി എന്നാണ്. സ്കൂളിൽ റീസെൻ്റ്ലി ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു, 50 വർഷം കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്കൂളാണ്, അതും കേരളത്തിന് പുറത്തുള്ളൊരു സ്റ്റേറ്റിൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ മലയാളി അസോസിയേഷനെ കുറിച്ചും, ഈ മലയാളി അസോസിയേഷൻ്റെ എങ്ങനെയാണ് ഈ മലയാളി അസോസിയേഷൻ ഇവിടെ ജാർഖണ്ഡിൽ രൂപീകരിക്കപ്പെട്ടത്, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ഇവിടെ കൈരളി സ്കൂൾ സ്ഥാപിച്ചത്, അതൊക്കെയാണ്. ഇത് ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ, സ്കൂളിൻ്റെ. ഇത് കാർ പാർക്കിംഗ്, സ്റ്റാഫ് പാർക്കിംഗ് ഏരിയ. ഇത് സ്കൂളിൻ്റെ ആംബുലൻസ് പാർക്കിംഗ്. ഇത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ചെറിയൊരു പാർക്ക് പോലെ. ഇത് സ്കൂളിൻ്റെ ആംബുലൻസ് ആണ് കേട്ടോ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ പ്യൂരിഫൈ ചെയ്ത വാട്ടർ ഉണ്ട്, നോർമലും ചിൽഡും ഉണ്ട്, അതായത് തണുത്ത വെള്ളമുണ്ട്, നോർമൽ വാട്ടറും പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൂടെ മലയാളി അസോസിയേഷൻ്റെ കൈരളി സ്കൂളിൻ്റെ പ്രിൻസിപ്പളും, ഞാൻ അധികം പറയുന്നില്ല, സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സാർ, എങ്ങനെയാണ് സാറ് ഈ സ്കൂളിലെത്തുന്നത്? ആക്ച്വലി എൻ്റെ എല്ലാ സ്റ്റഡീസും എറണാകുളത്തായിരുന്നു. സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്, സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിലായിരുന്നു. സെൻറ്റ് പോൾസ് കോളേജിൽ നിന്ന് MA കഴിഞ്ഞിട്ട് എനിക്ക് ഹൈദരാബാദിലൊരു ജോലി കിട്ടിയായിരുന്നു, എക്കണോമിക്സ് ടീച്ചറായിട്ട്. 1986 1988 എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ വൈഫ് ഇവിടെ റാഞ്ചിയിൽ ഓൾറെഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു. പിന്നെ ആ സമയത്ത് ഇവിടുന്ന് എനിക്കൊരു ഓഫർ കിട്ടി ഒരു സ്കൂളിൽ ടീച്ചറായിട്ട്. അപ്പോൾ വൈഫ് ഇവിടെ ഉള്ളത് കാരണം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. 88 ഇവിടെ വന്നു. പിന്നെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 95 ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആർമി പബ്ലിക് സ്കൂളിൽ. ഓൾ ഇന്ത്യ ഇൻ്റർവ്യൂവിൽ ഞാനും അപ്പിയർ ചെയ്തായിരുന്നു. അതിൽ എന്നെ അവർ സെലക്ട് ചെയ്ത് പ്രിൻസിപ്പൾ ഓഫ് ആർമി പബ്ലിക് സ്കൂൾ റാഞ്ചിൽ 1995. 1995 തുടങ്ങി 2010 വരെ 15 വർഷം ഞാൻ ആർമി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. ചെറിയ സ്കൂളിന് ഒരു 210 പിള്ളേരുള്ളായിരുന്ന സ്കൂളിന് ഞാൻ ഇറങ്ങിയപ്പോൾ
2500 പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. അത് വലിയൊരു ബിൽഡിങ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഫർ വന്നായിരുന്നു. ഒരു വലിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു, 10,000 പേരുള്ള ഒരു സ്കൂൾ, ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂൾ റാഞ്ചി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഓഫർ വന്നാറ്. ഞാൻ അവിടെ നല്ലൊരു ഓഫറായിരുന്നു. അതാണ് ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്ത് 2010 to 2015 തക്ക്. 15 കേരളീയ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന മിസ്റ്റർ രാജൻ വർഗീസ് സാർ റിട്ടയർ ചെയ്തു. അപ്പോൾ ഈ അസോസിയേഷനും സ്കൂളായിട്ട് എനിക്ക് അതിക്ക് മുമ്പേ എനിക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു, കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൻ്റെ ചെയർമാനുമായിരുന്നു. ഞാൻ ആർമി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളായ സമയത്ത് അസോസിയേഷനിൽ കേരളീയ പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാൻ്റെ സ്ഥാനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആസ് എ പ്രിൻസിപ്പളായിട്ട് പിന്നെ 2015 ജൂലൈയിലൂടെ ജോയിൻ ചെയ്തത്. 4100 ചില്ലാൻ പിള്ളേരുണ്ട് ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. മലയാളി അസോസിയേഷൻ്റെ കൈരളി സ്കൂളിനെ കുറിച്ച് സാർ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ തന്നെ കേട്ട് കാണും. മലയാളി എന്ന നിലക്ക് എങ്ങനെയായിരുന്നു സാർ ഈ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്? ഞാൻ 88 വന്ന് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഒരു കൈരളി സ്കൂൾ ഉണ്ടെന്നുള്ളത്. ആ സമയത്ത് വന്ന സമയത്ത് ഞാനൊരു സ്കൂളിലായിരുന്നു, വേറൊരു സ്കൂൾ, സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. അച്ഛന്മാരുടെ ഒരു സ്കൂളിലായിരുന്നു, മിഷണറീസിൻ്റെ ഒരു സ്കൂളിലായിരുന്നു. അന്നേരം ഇവിടെ ഒരു അസോസിയേഷൻ ഒരു സ്കൂളുണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് അപ്ലൈ ചെയ്യും, മെമ്പർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. മെമ്പർഷിപ്പിന് വേണ്ടി വന്ന സമയത്ത് അപ്ലൈ ചെയ്ത് അവരത് അപ്രൂവ് ചെയ്തായിരുന്നു. അങ്ങനെ നോർമൽ മെമ്പർഷിപ്പിൽ നിന്ന് മാറി ഞാനൊരു ലൈഫ് മെമ്പറായി. 5 വർഷം കഴിയുമ്പോൾ ഒരു ലൈഫ് മെമ്പറായി. ലൈഫ് മെമ്പറിന് മാത്രമേ ഇവിടെ നമ്മൾ ഈ ഇലക്ഷനെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മെമ്പർ ആയതുകൊണ്ട് ഇവിടുത്തെ പ്രോഗ്രാമിനും എല്ലാത്തിനും ഞാൻ വരുമായിരുന്നു. എന്തെങ്കിലും ഓണത്തിൻ്റെ പ്രോഗ്രാം ആയിരുന്നാലും കേരളപ്പിറവി ആയിരുന്നാലും ക്രിസ്മസിൻ്റെ ആഘോഷമായിരുന്നാലും ഞാൻ എപ്പോഴും വരുമായിരുന്നു. ഫാമിലിയായിട്ട് വന്ന് ഇതെല്ലാം കണ്ട് പിടിച്ചങ്ങ് പോകുമായിരുന്നു. അങ്ങനെ എല്ലാവരായിട്ട് അറിയാം ഇവിടുത്തെ ഒരു കൂട്ടായ്മ എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി. അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് പ്രിൻസിപ്പളല്ലേ, ഇപ്പം നമ്മുടെ ഒരു സ്കൂളല്ലേ, സാറ് ചെയർമാനായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ചില ആളുകൾ എന്നെ വിളിച്ച്. അപ്പം ഞാൻ അംഗീകാരം കൊടുത്ത് അങ്ങനെ ഒരു പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ കേരളീയ സ്കൂളിൽ എത്തിയതും അതിൻ്റെ ആയിട്ടുള്ള ഭാഗമായത്. അതെ, ഇദ്ദേഹം ആക്ച്വലി നമ്മൾ അതേപോലെ ഒരു മലയാളി, അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് വേറൊരു സ്കൂളിലായിരുന്നു. എന്നാൽ പോലും ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമുകൾക്കും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും പിന്നീട് ചെയർമാൻ ആവുകയും പിന്നീട് സാറിൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം സാറിനെ ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ട് മലയാളി അസോസിയേഷൻ സെലക്ട് ചെയ്യുകയായിരുന്നു. അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ചെയർമാൻ, അതായത് എങ്ങനെയാണ് ഇപ്പോഴത്തെ അസോസിയേഷൻ്റെ നിലനിൽപ്പ്, അതായത് എങ്ങനെ പോകുന്നു? ഇത് എല്ലാ 2 വർഷം ഞങ്ങൾക്ക് ഇലക്ഷൻ ഉണ്ടാവും. ആ ടീമിന് ആളുകളാണ്, നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും റൈറ്റ് ടു വോട്ടിൻ്റെ അധികാരമുണ്ട്. അവരാണ് ആളുകൾ നോക്കി സെലക്ട് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ആ 2 കൊല്ലത്തെ പ്ലാനിങ് ഓൾറെഡി ചെയ്തിരിക്കും. ഈ സമയത്ത് നമുക്ക് ഇത് ചെയ്യണം. ഒരു ആക്ഷൻ പ്ലാൻ അവരെപ്പോഴും ഉണ്ടാകും. എല്ലാ മെമ്പേഴ്സും ഇതിൻ്റെ ഓണറാണ്. അപ്പം ഞങ്ങൾ എന്തുമാത്രം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് നമ്മളത് ചെയ്യും. അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടണം. നമുക്ക് ഒറ്റ ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. മലയാളി അസോസിയേഷൻ ഈ കൈരളി സ്കൂൾ ഉള്ളത് കാരണം മലയാളികൾക്ക് ഇവിടെ ഒരു നല്ലൊരു പേരാണ്. അല്ലെങ്കിൽ തന്നെ മലയാളി എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്കുണ്ട്. വെരി സിൻസിയർ ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അത് കാരണമാണ് ഇവിടുത്തെ നമുക്ക് അഡ്മിഷനിലൊക്കെ ഇപ്പോൾ ഈ പ്രാവശ്യം അഡ്മിഷന് വേണ്ടി KG കിൻഡർ ഗാർഡനിൽ എനിക്ക് സീറ്റുള്ളത് 120, ആപ്ലിക്കേഷൻ 550. അങ്ങനത്തെ ആ കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഇതാണ്. എന്തായാലും എല്ലാ ക്ലാസ്സുകളായിരുന്നാലും ഞങ്ങൾക്ക് ഇല്ല, ഇപ്പോൾ എല്ലാം ഫുള്ളാണ്. എല്ലാം ഫുള്ളാണ്. ഡിമാൻഡ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ആളുകളധികം ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് വേറെ വെഞ്ചറിലേക്ക് പോകാൻ പറ്റുന്നില്ല. വേറൊരു സ്കൂളൊക്കെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഏതെങ്കിലും ഒരു സ്ഥലം മേടിച്ചിട്ട്, അസോസിയേഷൻ്റെ പേരിൽ ഒരു സ്ഥലം മേടിച്ചിട്ട് ഒരു ബിൽഡിംഗ് നടത്താനുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അത് പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യും. എങ്ങനെയാണ് സാർ സ്റ്റുഡൻസിൻ്റെ ഇയർ ബൈ ഇയർ ആയിട്ടുള്ള ഇൻക്രീസിങ് എങ്ങനെയാണ്? ഞാൻ വന്ന് കഴിഞ്ഞിട്ട് നിയർലി ഒരു 1000 സ്റ്റുഡൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഞങ്ങൾ സെക്ഷൻ ഇൻക്രീസ് ചെയ്ത കാരണം സെക്ഷനും 11th 12th സെക്ഷൻ 11th സെക്ഷൻ ഇൻക്രീസ് ചെയ്ത്
പിന്നെ 1 to 10th സെഷൻ ഇൻക്രീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ പുതിയ ബ്ലോക്ക് കണക്റ്റിംഗ് ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്ട്രാ ക്ലാസ് റൂം കിട്ടി. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ 5 സെക്ഷൻ വെച്ചാണ് ഞങ്ങൾക്കുള്ളത്. 1 to 8 5 സെക്ഷൻ, 9 10 6 സെക്ഷൻസ്, 11 12 8 സെക്ഷൻ. ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി അടുത്ത കൊല്ലം പോസിബിൾ എത്തും അതിനുള്ള പണിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോവർ വിങ്ങിൽ. അത് ആ ക്യാമ്പസിൽ അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ ഏപ്രിൽ തുടങ്ങി ഞങ്ങൾ 6 സെക്ഷൻ ആക്കാനുള്ള പരിപാടിയാണ്. അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ മാക്സിമം കപ്പാസിറ്റി. പ്ലസ് ടു ഉണ്ടല്ലോ അല്ലേ? പ്ലസ് ടു ഇപ്പോൾ ഉള്ളത് കൊമേഴ്സും സയൻസും. അതായത് ഫ്യൂച്ചറിൽ മാത്സോ ഹ്യൂമാനിറ്റീസോ ആർട്സോ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുകളുണ്ടോ? പ്ലാൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇവിടെ അതിനുള്ള ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് ഞങ്ങൾ 11 12 വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ആർട്സ് ഒരു സെക്ഷൻ തുടങ്ങാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ആർട്സിൻ്റെ എന്ന് പറഞ്ഞാൽ ജനറലി ഇവിടുത്തെ പിള്ളേർ ആർട്സ് എടുക്കുന്നത് ഗവൺമെൻറ് കോളേജസിലും മെയിൻലി കോളേജസിലാണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാൽ തന്നെ അധികം പിള്ളേർ ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ അതുമാത്രമല്ല എല്ലാ ടീച്ചേഴ്സ് നമുക്ക് എംപ്ലോയ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നിന്നുള്ള ഇൻകം ഞങ്ങൾക്ക് അത്ര ഇതാവില്ല, ബ്രേക്ക് ഇവൻ പോയിന്റ് വരില്ല. അത് കാരണമാണ് നമ്മൾ ചെയ്യാത്തത്. ഈ വേൾഡിലെ മലയാളികളെ നല്ല നമ്മൾ രാജ്യത്തിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ, കുട്ടികളെ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുതിയൊരു വിദ്യാർത്ഥിക്ക്, പുതിയൊരു സ്റ്റുഡൻറ്റിന് ഒരു പുതിയ വർഷം ഒരു ക്ലാസ് തുടങ്ങണമെങ്കിൽ ഇപ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഒന്നില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണ് ഓപ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ ട്യൂഷൻ. അപ്പോൾ നമുക്ക് മലയാളി അസോസിയേഷൻ്റെ കൈരളി സ്കൂളിൻ്റെ കോവിഡിൻ്റെ പ്രോട്ടോക്കോളും ഇനി എന്നാണ് സ്കൂൾ റിസീവ് ചെയ്യാമെന്ന് നമുക്ക് പ്രിൻസിപ്പൽ സാറിനോട് ചോദിക്കും. ഞങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് തുറക്കാൻ വേണ്ടി, സ്കൂൾ തുറക്കാൻ വേണ്ടി. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് 10th 12th ക്ലാസ് നടത്താനായിട്ട്. അതിനുവേണ്ടി ഞങ്ങളൊരു കൺസെൻറ്റ് ഫോം എല്ലാ പാരൻസിനും വിട്ടു. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ സ്കൂൾ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. ഈ ഓർഡർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓൺലി 16% 16% ആളുകൾ മാത്രമേ വില്ലിങ്നെസ് കാണിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ 100 പിള്ളേരുണ്ടെങ്കിൽ 16 പിള്ളേർ റെഡി ടു കം എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. കാരണം അവർ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൺലൈൻ എല്ലാ സബ്ജക്റ്റ് അവർക്ക് കിട്ടുന്നില്ല. ഡൗട്ട് ക്ലിയറിങ് ക്ലാസ്സസ് ഓൺലൈനും ഫേസ് ടു ഫേസ് ടീച്ചേഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരൻസിൻ്റെ എന്താ വെച്ചാൽ ഇപ്പം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൊല്ലം പോകും. എക്സാമിനേഷൻ ഈസ് നിയർ ബൈ, അതിൻ്റെ പഠിത്തം നടക്കില്ല, എക്സാമിനേഷൻ മിസ്സാവും, ഒരു കൊല്ലം പോകും. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇത് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വൺ, ഞങ്ങളിപ്പോൾ അടക്കുന്നില്ല പിള്ളേർ. 16% ചോദിക്കുക സബ് ഓൾ ദി പാരൻസ് ആർ സെയിങ് ദാറ്റ് വി ഡോണ്ട് സെൻഡ്. അത് മാത്രമല്ല ഞങ്ങളിപ്പോൾ 4-ാം തീയതി പുതിയ ഇയർ തോന്നിട്ട് 4-ാം തീയതി തുടങ്ങി ഓൺലൈൻ എക്സാം നടത്തുന്നതിന് 10th വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് 26-ാം തീയതി കഴിഞ്ഞ് വി വിൽ ബി കണ്ടക്ടിങ് ദ ക്ലാസ്സസ്. വി വിൽ കോൾ എത്ര അല്ലെങ്കിൽ വരട്ടെ, വരുന്നവർ ക്ലാസ് കണ്ടക്ട് ചെയ്യും. പിന്നെ പിള്ളേർ പ്രാക്ടിക്കൽ ഇതുവരെ ആയിട്ടില്ല. 10th 12th പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒന്നും പോലും നടന്നിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി പിള്ളേരെ നിങ്ങൾക്ക് വിളിക്കേണ്ടി വരും. അത് മാർച്ച് തുടങ്ങി, അതിന് CBSE പറഞ്ഞ 1st മാർച്ച് തുടങ്ങി നിങ്ങൾ തുടങ്ങിക്കോളാന്നാണ് പറഞ്ഞിരുന്നത്. 1st മാർച്ച് തുടങ്ങി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി ഇവിടെ കണ്ടക്ട് ചെയ്യും. കാരണം എല്ലാവരും കൺസേൺ ആണ് എക്സാം ആണ് ഒരു ഇയറിന്റെ ഒരു ഫലം. ഒരു എന്താ പറയാ, ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നത് എല്ലാവരും എക്സാം ത്രൂ ആണ്. അപ്പൊ ഈ ഒരു 2020 എല്ലാവരും ഉറ്റുനോക്കുന്നത് എങ്ങനെയാവും എല്ലാ ക്ലാസ്സിന്റെയും എക്സാമുകൾ അതാത് സ്കൂളുകൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അതൊരു ചലഞ്ചിങ് ആയിട്ടില്ല സാർ. ഞങ്ങൾ ഒരു ഓൺലൈൻ എക്സാമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓൺലൈൻ എക്സാം എല്ലാവർക്കും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഹാഫ് ഇയർലി കണ്ടക്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ആനുവലും അത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വിളിച്ചിവിടെ ഓഫ്ലൈൻ എക്സാമിനേഷൻ്റെ ആ സിറ്റുവേഷൻ ഇതുവരെ ആയിട്ടില്ല. പിന്നെ 10നും 12നും അവരുടെ എക്സാമിനേഷൻ പോസ്റ്റ്പോണ്ടായി. May 4th ആയിട്ട് പോസ്റ്റ്പോണ്ടായി. അപ്പോൾ ഈ ഓഫ്ലൈൻ എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ എക്സാമിനേഷൻ ഞങ്ങൾ നടത്തുക. ഇവിടെ വിളിച്ചിരുത്തി ഒരു ഫൈനൽ എക്സാം ഞങ്ങൾ നടത്തും. ഒരു പ്രാക്ടീസിന് വേണ്ടി അവർക്ക് ഞങ്ങൾ ചെയ്യും. എല്ലാവർക്കും വാക്സിനേഷൻ ഈ 2-3 മാസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല.
എല്ലാവരും ഒരേ ഒരു പ്രതീക്ഷയിലാണ് വാക്സിനേഷൻ സക്സസ്ഫുൾ ആകട്ടെ. നമ്മളെ എല്ലാ എഡ്യൂക്കേഷൻ തസ്കീതകളും എല്ലാ യൂണിവേഴ്സിറ്റികളും ഓപ്പൺ ആകട്ടെ. ഇപ്പോൾ പഴയ നിലയിൽ വരട്ടെ. കാരണം എഡ്യൂക്കേഷനാണ് നമ്മളെ എല്ലാവരും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അതേപോലെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആനുവൽ സെലിബ്രേഷൻസ് എന്തൊക്കെയാണ്? ആനുവൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെതായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സും ഇവിടെ നടക്കും. 15th ഓഗസ്റ്റ്, 26th റിപ്പബ്ലിക് ഡേ, പിന്നെ ഞങ്ങളുടെ ആനുവൽ ഡേ ഉണ്ട്. അത് ജൂനിയർ വിങ് സെപ്പറേറ്റ്, ജൂനിയർ വിങ്ങിൻ്റെ സെപ്പറേറ്റ് ഞങ്ങൾ അവിടെ നടത്തും, സീനിയർ വിങ്ങിൻ്റെ ഇവിടെ നടത്തും. ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ നടത്തിയത് ദ ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോംസ് ഓഫ് ദ വേൾഡ്, സ്പാനിഷ് ഡാൻസ്, റഷ്യൻ ഡാൻസ്, ആ ഒരു കൾച്ചറൽ ഒരു ഇവന്റിലായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം നടത്തുന്നത്. നല്ലൊരു സക്സസ് ആയിരുന്നു. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ സ്റ്റുഡൻസ് only students. We have teachers, talented teachers, plus dance teachers ഞങ്ങൾക്കുണ്ട്, മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ഇയർ ബിഗിനിങ് തന്നെ പറയും നമുക്ക് ഇതാണ് ഇന്ന് ഈ കൊല്ലത്തെ ടാർഗറ്റ് എന്ന് ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു പറയും. അപ്പം എല്ലാ കൊല്ലവും ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് എല്ലാവർക്കും കൊടുക്കും. കൾച്ചറൽ ആക്ടിവിറ്റീസ്, August 15th, 26th റിപ്പബ്ലിക് ഡേ പരേഡിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ഈ കമ്മിറ്റി ചെയ്യണം, പിന്നെ ആനുവൽ ഡേയിൽ ആരൊക്കെ ചെയ്യണം, അതിന് ഇൻചാർജ് ആരാണ്, കൺവീനർ ആരാണ്, മെമ്പേഴ്സ് ആരാണ്, അതെല്ലാം ബിഗിനിങ് ഓഫ് സെഷനിൽ തന്നെ ഞങ്ങൾ നിശ്ചയിക്കും. പിക്നിക്കിന് പോകും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതുകൂടി പറയും സർ, ഇവിടുത്തെ അതുകൂടി നമ്മൾ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ട്. സ്റ്റാഫ് പിക്നിക്ക് ഞങ്ങളുടെ ലാസ്റ്റ് കൊല്ലം, കഴിഞ്ഞ കൊല്ലം സ്റ്റാഫ് പിക്നിക്കിങ് നടത്തി ഫുൾ സ്റ്റാഫ്. ഞങ്ങൾ ഇവിടെ പോയായിരുന്നു, കൽക്കട്ടയിൽ പോയായിരുന്നു. അങ്ങനെ പോയായിരുന്നു. അവിടെ പോയി എല്ലാ ടീച്ചേഴ്സും വളരെയധികം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നായിരുന്നു. ഒരു റീജുവനേഷൻ, ടീച്ചേഴ്സിന് ഒരു നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുക, എല്ലാം കഴിച്ചിട്ട് തിരിച്ചു വന്നു. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു എക്സ്കർഷൻ അല്ല, സ്റ്റുഡൻസും കൂടി ഉള്ള എക്സ്കർഷൻ അല്ല. ഇത് സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരു എവറി ആനുവൽ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ റെജുവിനേഷൻ എന്ന രീതിയിൽ മാനേജ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാറ് എന്താണ് മലയാളി അസോസിയേഷൻ അതിന് പേര് കൊടുത്തിരിക്കുന്നത്? എങ്ങനെയാണ്? സ്റ്റാഫ് പിക്നിക്, ജസ്റ്റ് സ്റ്റാഫ് പിക്നിക്. പിന്നെ സ്റ്റുഡൻസ് പിക്നിക് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. അല്ല, അത് സ്റ്റാഫ് പിക്നിക് എന്ന് പറഞ്ഞാൽ അത് യു ഗോ ടേക്ക് റിലാക്സ് ആൻഡ് കം ബാക്ക്. ഒരു 2-3 ദിവസം ഞങ്ങൾ ഔട്ടായി. ഓക്കെ സർ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ സ്റ്റാഫ്, എല്ലാ ഓഫീസ് സ്റ്റാഫുകളും അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡഡ് അല്ലേ ഈ പിക്നിക്കിന് പോവാ? പക്ഷേ മാനേജ്മെന്റിൽ നിന്ന് ആരും വരില്ല. ഇല്ലല്ലേ? അത് ഓൺലി they don't want to get into our privacy. ഓക്കെ ഓക്കെ. കാരണം നിങ്ങൾ എൻജോയ് ചെയ്യും. ഓക്കെ. അവർക്ക് വേറെ എന്തെങ്കിലും അവർക്ക് എല്ലാ കൊല്ലവും അസോസിയേഷനിൽ സെപ്പറേറ്റ് ഞങ്ങൾ പിക്നിക്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അസോസിയേഷൻ സെപ്പറേറ്റ് പിക്നിക്. അതിന് ഭാരവാഹികളുടെ സോഷ്യോ കൾച്ചറൽ വിങ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അവരാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. എല്ലാ കൊല്ലവും ഓർഗനൈസ് ചെയ്യും. ഒരു നല്ലൊരു ലൊക്കേഷനിൽ പോകും. ഓക്കെ. എല്ലാ മെമ്പേഴ്സ് ആർ ഇൻവൈറ്റഡ്. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് മലയാളി അസോസിയേഷൻ ആർ ഇൻവൈറ്റഡ്. അവിടെ പോവുക, ബസ്സെല്ലാം ഇവിടെ സ്കൂളിന്റെ ബസ്സുണ്ട്, അതിലെല്ലായിടത്തും പോവുക, അവിടെ തന്നെ കുക്ക് ചെയ്ത് എല്ലാവരും എൻജോയ് ചെയ്യുക. അതായത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്കർഷൻ ഉണ്ടാവും. ഇത് അതർ ദാൻ സ്റ്റാഫിന്റെ ഒരു റിലാക്സേഷൻ, മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്ന സ്റ്റാഫിന് ഓവർ പ്രഷർ അല്ലെങ്കിൽ ഒരു വർക്ക് പ്രഷർ അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ട്. കാരണം മലയാളി അസോസിയേഷന്റെ ഒരു പ്രത്യേകതയാണ്, ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 ദിവസമായി. ഞാൻ ഇന്നലെ മുതൽ ഇന്ന് വരെ ഞാൻ കാണുന്നത് ഇവിടെ എല്ലാവരും ഒരു കൂട്ടായ്മയാണ്. എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊരു അയ്യപ്പ അമ്പലത്തിൽ ഇന്നലെ ഒരു പൂജ നടക്കുന്നുണ്ട്. അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തോളും എല്ലാവരും, ഇവിടുത്തെ ജനറൽ സെക്രട്ടറി ആയാലും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും. അതെന്നെ ഒരു ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു മലയാളി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയിൽ ഇത്ര ആൾക്കാർ ഇത്ര കൂടുതൽ നല്ല പൊസിഷനില്ല. അതായത് ഒരു ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ കൂടെ ഇരുന്ന് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വളരെ കൂട്ടം. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ നമ്മൾ കാണുന്നത് ജോലിക്കാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ. പക്ഷെ ഇവിടെ എനിക്ക് കാണാൻ പറ്റിയത് എല്ലാവരും കൂട്ടായി. ഇപ്പൊ നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ മലയാളികൾ ചെയ്യുന്ന അതേപോലെയാണ് ഇവിടെ എല്ലാ പ്രോഗ്രാമും മലയാളി അസോസിയേഷൻ ചെയ്യുന്നത് എനിക്ക് തോന്നി. പിന്നെ മാത്രമല്ല കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സാറിലൂടെയും ഇവിടുത്തെ പല പല മലയാളി അസോസിയേഷൻ്റെ മെമ്പേഴ്സിലൂടെയും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് തീരും. ഇതിപ്പോൾ സാറിനെ എനിക്ക് ആസ് എ പ്രിൻസിപ്പൽ സാറിൻ്റെ
എക്സ്പീരിയൻസ് സാറ് മലയാളി അസോസിയേഷനിൽ വന്നപ്പോൾ ഉണ്ടായ പരിചയപ്പെട്ട അസോസിയേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റേ ട്യൂൺ. താങ്ക് യു. നമ്മളുടെ മുന്നിലിപ്പോൾ ഇരിക്കുന്നത് ഈ മലയാളി അസോസിയേഷൻ രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഒരു ഭാഗമായി, ഇതിൻ്റെ ഒരു പില്ലറായി നിൽക്കുന്ന നാഥൻ സർ. വെൽക്കം നാഥൻ സർ. ഇദ്ദേഹം ഇപ്പോൾ ഈ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ഈ സ്കൂൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രസിഡന്റ് ആയിട്ടും മാത്രമല്ല, മലയാളി അസോസിയേഷൻ പുള്ളിയെ ഇവിടുന്ന് പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് നാഥൻ സാർ ഇതേ പ്രായത്തിൽ ഇപ്പോഴും 60കളിലും 70കളിലും എന്തൊക്കെ കോൺട്രിബ്യൂഷൻ മലയാളി അസോസിയേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഈ സ്കൂളിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാഥൻ സാറിനോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഇങ്ങനൊരു അസോസിയേഷൻ, അതും കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനെ രൂപീകരിക്കാനും ഇന്ന് ഇത് ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലും ഇതുപോലെ സ്കൂളിന് ഒരു കോട്ടം വരാതെ കൊണ്ടുപോകുന്നത്? നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. യെസ് പ്ലീസ് സർ. എൻ്റെ ഓർമ്മ മാത്രമല്ല, അതാണ് സത്യവും. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യയെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനുള്ളത്. അതിന് ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് മൈൻഡുള്ള വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സോവിയറ്റ് റഷ്യയുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ സോവിയറ്റ് റഷ്യയുമായിട്ട് കൊളാബറേഷനിൽ ഇവിടെ പല സ്റ്റേറ്റുകളിലും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചു. അങ്ങനെ വന്ന കൂട്ടത്തിൽ കണ്ടംപററിയായി ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്, ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, റൗർക്കേല സ്റ്റീൽ പ്ലാന്റ്, ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ റാഞ്ചി, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു.